വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ ടൂർ പോവാണ്. എവിടെ പോകുവാണ് നിങ്ങളെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ എണ്ണീച്ച് സുന്ദരിമണിയായി, ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഡ്രസ്സ് എൻ്റെ ഷോപ്പിൽ നിന്നാണ് ഗൈസ്. ആർക്കെങ്കിലും എൻ്റെ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഷൈ സൈനിപ്പോൾ എണ്ണീച്ചിട്ടില്ല. ഏറ്റവും ഇന്നലെ എനിക്കായിരുന്നു കോളേജ് വിട്ട് വരേണ്ട പാടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്നിട്ടും ഇവിടുമാർ എണ്ണീച്ചിട്ടില്ല. ഒരാൾ ഇവിടെ ഇപ്പം ഇങ്ങനെ അങ്ങനെ പ്രേതത്തിനെ പോലെ നടക്കുന്നുണ്ട്. ഇനി ഉമ്മച്ചൊന്ന് 2 തെറി പറയുമ്പോഴത്തേക്ക് വരല എണ്ണീക്കും. ഒരാൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോലും ഇല്ല ഗൈസ്. എന്താ ഇവിടെ ആളുകളുമുണ്ട്. സൈനബ് എണ്ണീച്ചിട്ട് ഇത് നമ്മുടെ ബെഡ്റൂമാണോ, ഇത് അലമാരയാണോ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞ് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ഒരുങ്ങി സെറ്റായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബാക്കിൽ ഓറഞ്ച് ഇത്രയും നേരം വായി തോരാതെ എന്തൊക്കെയോ പറയായിരുന്നു ഗൈസ്. ഐസയും എല്ലാവരും ഉണ്ട്. കണ്ടോ ടിഷ്യൂടെ ഭ്രാന്താണ് ഗൈസ്. ചെറുപ്പത്തിലെ ടിഷ്യൂ വരുത്തുന്നു വരുന്നു. എന്ത് ചെയ്യാൻ പോയി ടിഷ്യൂ വെച്ചിട്ട് ഗൈസ്. റോട്ടില് വെളുപ്പാങ്കാലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇത് പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. റോഡ് നിറച്ച ആളാണ്, മഞ്ഞുണ്ട്. ഇനി എവിടെയെങ്കിലും ഇറങ്ങി തിന്നണം ഗൈസ്. നമ്മളങ്ങനെ സർവണ ഭവനിലെത്തിയിരിക്കുകയാണ്. ഞാനൊരു ഇഡ്ഡലി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ നീ? എന്താ റോസ്റ്റ് താത്തായി നോഫൽ ബൈ എന്നിട്ട് വിന്നിങ് ആണ്. ഫുഡുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നിന്റെ പടം ആരും എടുക്കുന്നില്ല. പണ്ടാരത്തിനെ കൊണ്ട് തോറ്റു കേസ്. എന്നാ വേണ്ട. ഇഡ്ഡലി കുഴച്ച് ചെറിയൊരു ഇതാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. കൊള്ളാം. ചെറിയൊരു മധുരമുണ്ട്. ഇതിൻ്റെയാണെന്ന് അറിയാൻ പാടില്ല. ഇഡ്ഡലിക്കാണ് മധുരം. എങ്ങനെയുണ്ട് തൊപ്പി ദോശ? നെയ്യുണ്ടെന്ന് ഗൈസ്. മനസ്സിലായല്ലോ, നിലവാരം മനസ്സിലായില്ലേ ഗൈസ്? എങ്ങനെയുണ്ട്? നമുക്ക് സൈനബിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാട്ടോ. ഗസ്, ഞാൻ അവളെ ഫോൺ അറിയാതെ കഴി വിരിച്ചു. കുറേ ചമ്മന്തി ഉണ്ടായിരുന്നു. കറങ്ങി കളിക്കുന്നു. ഈ ചമ്മന്തി വെള്ളച്ചമ്മന്തി. ഇതൊന്നും ചമ്മന്തി അറിയില്ല, പക്ഷെ ഇത് മറ്റേ പൊടിയില്ലേ, ചമ്മന്തിപ്പൊടി. ചമ്മന്തിപ്പൊടിക്കകത്ത് ഇങ്ങനെ വെള്ളമില്ല, വെളിച്ചെണ്ണ ഒഴിച്ചത്. ഓരോന്ന് വെച്ച് ടേസ്റ്റ് ചെയ്ത്. പൊടി ഒഴിച്ചത് ഓൾറെഡി നല്ലതാണ്. അതിൻ്റെ അപ്പം നമുക്കൊരു സാധനം തന്നിട്ടുണ്ട്. എൻ്റെ പേര് മറന്നത്. ഗീ റോസ്റ്റ്. സാധാ ദോശയും കിട്ടിയിട്ടുണ്ടോ? ഉമ്മ ദോശ കൊടുത്തത്. ദോശ ഇഡ്ഡലി അത്ര പോരാ. വെള്ളച്ചമ്മന്തി ഇത് മിന്റ് ആഡ് ചെയ്തിട്ടുള്ള ചട്നിയാണ്.
ബ്രേക്ക്ഫാസ്റ്റ് 2 വട. ഇത് തക്കാളിയാണ്. എനിവേസ് നമുക്ക് സാമ്പാർ കിട്ടിയിട്ടുണ്ട് എക്സ്ട്രാ. അത് ഇങ്ങനെ കഴിച്ചു കൊടുക്കാം. കുഴച്ച് കഴിക്കുന്ന കറിക്ക് ഒരുപാട് കറിയുടെ ആവശ്യമുണ്ട് ഗൈസ്. ഇവിടെയുള്ള സാമ്പാർ മൊത്തം ഞാൻ തീർക്കും. ഐഷ 2ാമത്തെ വട പറഞ്ഞിരിക്കുകയാണ്. വട ടേസ്റ്റ് നോക്കാം ഗൈസ്. അവൾക്ക് വേറെ വടയുണ്ട്. നമുക്ക് തൽക്കാലം ഈ വട വെച്ച് കഴിക്കാം. നമുക്ക് മറ്റേ ടൊമാറ്റോ ചട്നിയും സാമ്പാറിലും മുക്കിയിട്ട് കൊപ്പര. ഇത് പുതിയ വട മതി. അങ്ങനെ പുതിയതൊന്നുമില്ല. ഒരു കടി തരട്ടെ എന്നാ. പഴയ മാവ് വേണ്ട. ആ പുള്ളി ഇപ്പൊ കേട്ടേനെ പഴയ മാവാണെന്ന്. എവിടെ പഴയ മാവാണെന്ന് സർവണ ഭവനിലെ വടക്ക് ഉപയോഗിക്കണത്. ഞാൻ അപ്പോൾ ദീർഘട ചെറുതിട്ട് പോരാം. ഇവിടെ ഒരാളത് ദോശ പച്ചക്ക് കഴിക്കണോ കേസ്, എന്നിട്ട് ഇറങ്ങുന്നില്ലാണ്ട് കഷ്ടപ്പെടുക. അത് സാമ്പാർ ചട്നി ഒന്നും അനക്കിയിട്ടില്ല. അതിൻ്റെ ഒരു ഭാഗം ഐഷയ്ക്ക് കൊടുത്തിട്ട് ഐഷ അകത്തൊക്കെ കൊണ്ടിരിക്കുക. ഐഷ വെജിറ്റേറിയൻ ആയിട്ട് ജനിക്കേണ്ടി വരുന്നല്ലേ ഐഷ? അയ്യോ പറ്റില്ല, പറ്റില്ല. ഗൈസ് ബില്ല് കൊണ്ട് ഞെട്ടിയിരിക്കുക. കണ്ണ് പുറത്തേക്ക് ചാടും ഗൈസ്. ബില്ല് കൊണ്ട് ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളതേ ഫുഡൊക്കെ കഴിച്ച് കയറിയിരിക്കുകയാണ്. ഇനി ഒരു നല്ല ഉറക്കം അത് മസ്റ്റാ. ഇപ്പം സെന ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സെനമിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ബിക്കോസ് കൂടുതൽ നെയ്യായിരുന്നു എന്നാണ് അവൾ അവകാശപ്പെടുന്നത്. ഇറച്ചിയില്ലായിരുന്നു ഗൈസ്. വെജിറ്റേറിയൻ ഹോട്ടൽ സർവണ ഭവനില് ഇറച്ചിയില്ലായിരുന്നു. ജീവിക്കാൻ പറ്റത്തില്ലോ. ഞാൻ എങ്ങനെ വെജിറ്റേറിയൻ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനൊക്കെ മനസ്സിലായോ ഗൈസ്? ഇറച്ചി എന്നൊരു ചിന്ത ഉള്ളൂ. ഇനി ഉറങ്ങി ഒന്ന് എണ്ണീച്ചതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. ആയിഷ പറ. ഐഷ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? പറ. പെണങ്ങല്ലേ? പെണങ്ങളെ ഇഡ്ഡലി പൊള്ളിയിലായിരുന്നു. ഞാനും ഐഷ ഇഡ്ഡലി ആയിരുന്നു ഗൈസ്. ഇഡ്ഡലി നമ്മള് കളത്തിലായിരുന്നു. കല്ല് പോലത്തെ ഇഡ്ഡലി. ഞാൻ ആദ്യമായിട്ടാണ് ഭക്ഷണം വേസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്യണം ഗൈസ്. ആ സ്ഥലം നോട്ട് ചെയ്യണം. സർവണ ഭവനിൽ വന്നിട്ട് ദോശകൾ മേടിക്കുക. സ്പെഷ്യലി ഗീ റോസ്റ്റർ നല്ലതേനു. സർവണ ഭവനിലെ ചേട്ടൻ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കല്ലേ, ഇഡ്ഡലിയുടെ മാവ് ഒന്ന് സോഫ്റ്റ് ആക്കേണ്ടിയിട്ടുണ്ട് സത്യമായിട്ട്. അപ്പം ഇനി ഉറങ്ങാം. അങ്ങനെ നല്ലൊരു സുഖനിദ്രയ്ക്ക് ശേഷം നമ്മൾ എണ്ണീച്ചിട്ടുണ്ട്. ഉറങ്ങുന്നതിന് മുന്നേ GPS 5 മണിക്കൂറാണ് കാണിച്ചത്. ഇപ്പോഴും GPS 5 മണിക്കൂർ തന്നെയാണ് കാണിക്കുന്നത്. ഉറക്കത്തിന്റെ ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്നെനിക്കറിയില്ല. പക്ഷെ പൊന്നാനിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പൊന്നാനിയിൽ നിന്ന് ഒരിടത്ത് പോയി എഴുതിയിരിക്കുന്നത് കണ്ടിട്ടില്ല. ഒരു പറ്റിക്കുവാണോ എന്നറിയത്തില്ല. എല്ലാവരും ഉണ്ട് ഗൈസ്. ഇവരെല്ലാവരും ഉറക്കായിരുന്നു. ഞാൻ എണ്ണിച്ചപ്പോൾ ഇവരെല്ലാവരും ഓറഞ്ച് തിന്നു ഗൈസ്. ഓറഞ്ച് എനക്ക് തരാണ്ട്. പക്ഷെ ഞാൻ വിട്ടു കൊടുത്തില്ല. എണ്ണിച്ച പാടെ തന്നെ ഒരു 5-6 ഇതിൽ കഴിച്ചിട്ടുണ്ടായി. അമ്മച്ചി ഓറഞ്ച് ഉണ്ടോ? ഓറഞ്ച് ഉണ്ട് ഗൈസ്. എനിക്കിപ്പോൾ പൊട്ടിച്ച് തരും. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നില്ല ഗൈസ്. നമ്മൾ എൻ്റെ ഡയറ്റ് പോലെ എല്ലാവരും ഫോളോ ചെയ്യാൻ പോവാണ്. ഫ്രഷ് ജ്യൂസ് ഒള്ളി അല്ലേ? അവർക്കൊക്കെ ഒലിച്ചു കൊടുത്ത ഗൈസ്. എനിക്ക് മാത്രം നോക്കി ഒരു ഫുള്ള് ഓറഞ്ച് ഒളിച്ചോണ്ടിരുന്നപ്പോ ഞാനൊരു കഷ്ണം ചോദിച്ചു 4 എടുത്ത് തന്നെ. ഇതൊന്നുണ്ടടി അഹങ്കാരി. ഇതാ പറയുന്നത്, ഈ ഇളയ സാധനങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എന്താ പിരികൊക്കെ ഇട്ട് കാണിക്കുന്ന കേസ്. അപ്പൊ ഞാനിത് ഒലിച്ച് കഴിക്കട്ടെ. നീ അവളെ എനിക്ക് തന്നെ ഒലിച്ച് കഴിക്കുന്നത് നായ സ്വഭാവല്ലേ നമുക്ക്. എന്നാല് എനിക്ക് ഫ്രഷ് ജ്യൂസ്. ഓ ഗൈസ്, പൊതി ബിരിയാണി സൂപ്പർ. എനിക്ക് ബിരിയാണി മതി. ഇവരെന്റെ ഡയറ്റ് സമ്മതിക്കത്തില്ല. നമുക്ക് പൊതി ബിരിയാണി മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്.
വേണ്ട, എനിക്ക് ഉരുവാ മതി. ഞാനും കഴിച്ചും കൂടി കഴിച്ചോളാം. എനിക്ക് ഫ്രഷ് ജ്യൂസ് മതിയേ. ഒരു ഒറ്റ പൊതി മൊത്തം കഴിച്ചോളാം. മൊത്തം കണ്ടാലും മതി ഗൈസ്. നമ്മളിതേ പൊങ്ങ് മേടിച്ചിട്ടുണ്ട്. പൊങ്ങ് We found a faster route via National Highway 66, which saves 5 minutes. If you prefer to stay on the current route, tap no, thanks. അമ്മ തിന്നോ? ഉമ്മ തിന്നോ? കിലോ പൊങ്ങ് അതിന്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയി. ഇത് വാങ്ങാൻ വേണ്ടി തിരിച്ചെന്നാണ് എന്തോ ഒരു അപാകത ഉണ്ട് ഇതിന്. അകഭാഗം ടേസ്റ്റ് ഉണ്ട്. പച്ചക്കറിയില്ല, എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഉള്ളി സാധനത്തിന് എന്തോ ടേസ്റ്റ്. സാധനം ഇങ്ങനത്തെ ടേസ്റ്റ് അല്ല കേട്ടോ, വേറെ എന്തോ ടേസ്റ്റ് ആണ്. അപ്പൊ റൂമിൽ നിന്ന് കഴിച്ച് മൂടിയും കേട്ടോ. റോഡൊക്കെ സൂപ്പർ. ഒരു ഇങ്ങനെ 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 തെന്നിപ്പോന്നു, മനസ്സിലായോ? കുണ്ടില്ല കുഴിയില്ല ഒന്നുമില്ല, ഇങ്ങനെ തെന്നി പോണ വഴിയാണ് വീഡിയോ. അതുകൊണ്ട് എനിക്കിത് അനങ്ങുന്ന പോലെ ഇല്ലല്ലേ ചേന, ഫോൺ അനങ്ങുന്നില്ല. അത്ര സുഖം കൊണ്ടിരിക്കാൻ വയ്യ ഗൈസ്. അതാണിപ്പോ അവസ്ഥ. നമ്മളിപ്പോ തിരൂര്, അതെ മംഗളം തിരൂരായിട്ടുണ്ട് നമ്മള്. പൊറ്റത്തപ്പാടി GPS അമ്മായി പറഞ്ഞ പൊറ്റത്തപ്പാടി അങ്ങനെ എനിക്ക് ഒരു പറയാം. 300 meters, turn left. 100 ഐസാണ് ഗൈസ്. അപ്പൊ ടേൺ ലെഫ്റ്റ്. നമ്മളിതേ ചിക്കൻ 65 ഒരു ബിരിയാണി മേടിച്ചിട്ടുണ്ട്. വലിയ വിശപ്പില്ലാഞ്ഞത് കൊണ്ട് നമ്മൾ ആകെ കുറച്ചേ മേടിച്ചിട്ടുള്ളൂ. ചില ആളുകൾ കൈയിട്ട് വരാൻ വേണ്ടി വരുന്നതായി ഞങ്ങൾ അറിയുന്നു. അച്ചാർ കണ്ട വയസ്സ് അച്ചാർ ഒഴിച്ചു തരാന്നുള്ള ഭാവേന Then make a U-turn. ഫ്രഷ് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ അച്ചാർ ഒഴിച്ചോണ്ടിരിക്കുന്നത്. നമുക്കിനി കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട്, നല്ല പഞ്ഞി പോലത്തെ റൈസ്. ഇതെന്താ അച്ചാറാ? നാരങ്ങ അച്ചാറ്. അതൊന്നും വേണ്ട, ഇത് വേണ്ട, അത് വേണ്ട. സാലഡ് വേണ്ടേ? ഇവിടെട്ടോ. പ്ലാസ്റ്റിക് കവർ അതിൻ്റെ അമ്മായിയുടെ മടിയിലാണ് വെച്ചേക്കുന്നത്, അതുകൊണ്ടാ. ഇനി നമുക്ക് കുറച്ച് സാലഡും കൂടി എടുത്ത് ഇങ്ങനെ വെച്ച് ഒരു വാ കഴിച്ചോ. ഇല്ല, ഒരു വാ കഴിച്ചോ കേട്ടോ. കൈ വെച്ച ഭാഗ്യം കേട്ടോ. കൊള്ളാം ഗൈസ്, വളരെ ഉണ്ട്. ഒരു ഇതുവരെ കഴിച്ച പോലെ അല്ല, ഒരു സ്മോക്ക്ഡ് ഫ്ലേവർ വരുന്നുണ്ട്. അടുപ്പറ്റ വിറക്. ഓ, ദമ്മായിട്ടുള്ള അടുപ്പില്ലേ ഗൈസ്, ദമ്മായിട്ട് അടുപ്പ വിറകടുപ്പില്ലേ, അതിൽ വെച്ചുണ്ടാക്കിയതുകൊണ്ടാണ് ഒരു സ്മോക്കി ഫ്ലേവർ. അപ്പൊ ഞാൻ കേക്കട്ടെ ഗൈസ്. നാണോ ഉണ്ടേഷ ആ കൊച്ചിന്റെ സീക്രട്ട് സാന്റയിൽ കിട്ടിയ മുട്ടായി എനിക്ക് തരൂ. ദീന തരും, എനിക്ക് തരും. അലുത്തൂലേ ആത്മീ. ഈ അലവലാതി ഐശയ്ക്ക് ഒരു ബുദ്ധിയില്ല. അതിന്റെ പാക്കറ്റ് പൊട്ടിച്ചു നോക്കിയാ ഇനി ആ മൊത്തം തീർക്കണ്ടേ? ആ ഏരിയ മൊത്തം ഇവിടെ പൊട്ടിക്കാൻ പറഞ്ഞ ശീത, ഞാൻ അങ്ങനെ പൊട്ടിച്ചു നേരത്തെ. താടോ എന്റെ മിഠായി അത് ചിരിച്ചോണ്ടിറങ്ങുന്നു. ഒരു സുഖനിദ്രകേശം എണ്ണിച്ചപ്പോൾ നമ്മളിതേ പത്തിരിയും ചിക്കൻ കറിയും കൂടി ഇങ്ങനെ കുഴച്ചിട്ട് നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും. പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും മറ്റേ എന്ത് ബിരിയാണിയായിരുന്നു, മറ്റേ കപ്പ ബിരിയാണി പോലെ ഇരിക്കണം ഗൈസ്. ഈ കഴിച്ചോക്ക എങ്ങനെയുണ്ടെന്ന്.
വീഴല്ലേ. കഷ്ടപ്പെട്ട് ഇതെന്നാ ഇത് കുറച്ച് പ്ലേറ്റിലോട്ട് ഇടുള്ളൂ. അത് ഇറച്ചിയാണ്. ചിക്കൻ കഴിക്കില്ലേ? സൂപ്പർ സാധനം. ഇത് സാധാ പത്തിരി അല്ല, നെയ്പ്പത്തലാണ്. നെയ്പ്പത്തൽ സ്പൂൺ വെച്ചിട്ടുള്ള കളി നമുക്ക് നടക്കുന്നില്ല. അവസാനം കൈ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഗൈസ് ഞങ്ങളിത് ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇതേ കാണിച്ചാട്ടോ, ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. ഇതൊരു പഴയ തറവാട് സെറ്റാക്കിയതാണെന്നാണ് അവർ പറയണത്. ഇവിടെ സിറ്റിംഗ് ഏരിയ, ഇവിടെ നല്ലൊരു പിക്ചർ. ആൻഡ് ദെൻ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കിന് അറകൾ പോലെ ഉണ്ടോ, അത് ഉമ്മാടെ ആപ്പാടെ, ഇത് ഞങ്ങളുടേത്. ഇങ്ങനെയാണ് ഫുൾ സെറ്റപ്പ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഏറ്റവും പൊളി. ഈ സാധനത്തിലിരിക്കാൻ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. രാവിലെ കാണാൻ സെറ്റപ്പ് ആയിരിക്കും കഴിച്ച് ഇവിടെ ഫുള്ളത്. ആ ചേട്ടൻ്റെ ഊഞ്ഞാലാടുന്നു, അതുപോലെ അവിടെയുണ്ട് ഊഞ്ഞാൽ, ഇതുണ്ട്, ഇവിടെ അതാ ഊഞ്ഞാലുണ്ട്. ഈ കസേരയിൽ ഇരുന്ന് നോക്കാം എന്തുണ്ട് വൈബെന്ന്. ഞാൻ വലിയേട്ടനാവും. കരിനാക്ക് വെച്ചൊന്ന് പറയലേ കേസ്, ഇത് പൊട്ടി വീഴുന്നൊക്കെ പറയുന്നത്. എന്നെ നിരാത്സാഹപ്പെടുത്ത എന്താണ്? എങ്ങനെയുണ്ട്? പൊളിയില്ലേ? എന്നെ കാണാൻ മറ്റേ വലിയേട്ടൻ്റെ മമ്മൂട്ടിയെ പൊളിയില്ലേ? വലിയേട്ടത്തി മുഖം പോലും കഴുകാതെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. ഞാൻ മുഖം കഴുകി സുന്ദരി മോളായില്ലേ. ഞാൻ ഞങ്ങളെ റൂം കാണിച്ചു തരാം. പാവ ഉമ്മാക്കും അപ്പാക്ക് ആദ്യം കിട്ടിയ റൂം ഇതായിരുന്നു. പക്ഷെ ഞങ്ങളിത് ഏറ്റെടുത്തു. കേൾക്കണ്ടോ? ടി വി മാത്രമില്ല ഗൈസ്. ഞാൻ ഉള്ളപ്പോൾ ടി വിയുടെ ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കോർണർ ഞാൻ കാണിക്കണില്ല, അലങ്കോലമായിട്ടേക്കാണ്. പിന്നെ ഇതേ ഇല്ലാന്ന് വെച്ചാൽ നിങ്ങൾ ആരും വിഷമിക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്നെയും കൂടെ കാണിച്ചത്. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സംഭവിച്ചാൽ ഈ ഏരിയയിലോട്ടേക്ക് സൊമാറ്റോ ഇല്ല ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ഇല്ല. ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് അങ്ങോട്ടേക്ക് പോകണം പോലും, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഫുഡ് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് വിളിച്ച് ഇതാക്കിയിട്ടുണ്ട്. ഒരു കടയിൽ വിളിച്ചിട്ട് ഡെലിവറി ആക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അവർ 2000 രൂപയ്ക്ക് ഫുഡ് മേടിച്ചാൽ മാത്രമേ തരുള്ളൂ. ബാപ്പ പിന്നെ ഇന്നെന്തൊക്കെ കഴിക്കണ്ടെന്നവർ വിചാരിച്ചതാണ് അല്ലേ? ഇന്ന് കഴിക്കേ വേണ്ടെന്ന് തീരുമാനിച്ചായിരുന്നു. പക്ഷെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പിടിച്ച് മനസ്സിലായി, എന്തെങ്കിലും യഥാവത് ചപ്പ് പ്രത്യേകിച്ച് ഞാൻ അതുകൊണ്ട് ഫുഡ് ഇപ്പോൾ വരും. കുളിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. AC ഇട്ടിരിക്കണ കാരണം എനിക്ക് ആ ഒരു ഫീൽ കിട്ടുന്നില്ല. വാപ്പ നല്ല ചൂടുകൊള്ളാന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കിടപ്പോൾ ഒന്ന് കുളിക്കണം തോന്നിയിരുന്നു. പക്ഷേ എനിക്കറിയില്ല ഗൈസ്. പിന്നെ ഈ ഇടയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2-3 ജനലുണ്ട്. പിന്നെ ഇത് ഇവിടെ മിറർ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ രാക്കിലെ ജനലാണ് ഗൈസ് കട. രാവിലെ ആയിരിക്കും ഇത് കാണിക്കാൻ നല്ലത്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ കാണിക്കാത്തത്. രാവിലെ എന്തായാലും കാണിച്ചിരുന്നതായിരിക്കും. റിവേഴ്സ് എടുത്ത് പോകാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോഴേ കാണും. എന്നോട് കാണിക്കുന്ന എനിക്ക് ബുദ്ധിയുണ്ട്. അപ്പം അതാണ് ഗായ്സ്. ഇനി ഫുഡ് വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ഫൈനലി ഫുഡ് വന്നിട്ടുണ്ട്. പൊറോട്ട, ബീഫ് ഡ്രൈ ഫ്രൈ, പിന്നെ ചില്ലി ചിക്കൻ എല്ലാം ഉണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ട് ഗൈസ്. നമുക്കിത് കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് കിടക്കാം. ബിക്കോസ് ഐശത്താത്തതേ അതും മണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കെല്ലാം ടേസ്റ്റ് നോക്കാം. ആദ്യം ഗ്രേവിയും പൊട്ടിങ്ങനെ നോക്കാം. ഗ്രേവിക്കകത്ത് മുക്കാം. ബീഫിൻ്റെ ഒരു പീസ് എടുത്തതിന് വെച്ചിട്ട് ബീഫിന് കുറച്ച് കട്ടിയുണ്ട് ഗൈസ്. ചില്ലി ചിക്കൻ ട്രൈ നോക്കാം. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്നെ കാണാൻ ഭ്രാന്തിയെ പോലെയുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമുക്ക് കുറച്ച് ചിക്കന് വരാനൊരു നാണം ഗൈസ്.
ചില്ലി ചിക്കൻ കൊള്ളാം. ചില്ലി ചിക്കൻ കൊള്ളാം ഗൈസ്. അപ്പം നമ്മളിത് തീർത്തിട്ട് ബാക്കി കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മളിത് ഫ്രൈഡ് റൈസിലോട്ട് കിടന്നിട്ടുണ്ട്. എനിക്ക് ബീഫ് അങ്ങോട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടില്ല. അതിന് ഭയങ്കര കട്ടി ഗൈസ്. ഫ്രൈഡ് റൈസ് കൊള്ളായിട്ട് കള്ളി. വാപ്പ ഇവളോട് ചോദിച്ചു ഫ്രൈഡ് റൈസ് ഒക്കെ ഇടുന്നു. ഇങ്ങനെയൊന്നും ആരും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ കള്ളി. നല്ല ഫ്രൈഡ് റൈസാ. ഫ്രൈഡ് റൈസ് വാങ്ങാൻ ചെയ്യണം. ആദ്യമായിട്ട് ഫ്രൈഡ് റൈസ് കൊള്ളാൻ മതി. അല്ലല്ല, ഞാൻ എപ്പോഴും ഫ്രൈഡ് റൈസ് ആര് ഫ്രൈഡ് റൈസ് വോണ്ട് ഗോ റോങ്. എന്നാ അവള് തന്നെ പറയുന്നു ആദ്യമായിട്ട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കൊള്ളാം. ബീഫ് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇന്ന് കഴിച്ച എല്ലാ ചിക്കൻ ഡിഷസും അടിപൊളിയായിരുന്നു അല്ലേ? ഐറോണിക്. ഇന്ന് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. സ്പെഷ്യലി ചിക്കൻ ഡിഷസ് അല്ലേ? താൻ പോടോ. അതാ ഇതും കൂടെ കഴിക്കുന്നേ. എനിക്ക് ബീഫ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേസ്. ഞാൻ വറ്റിച്ചെടുത്തിട്ടില്ല. അടിങ്ങനെ ടച്ച് കണ്ട കേസ്. നീ വാട്ടാ നിനക്ക് കിണ്ടർ ജോലിയാണ് അണ്ടർ ജോലി. അപ്പം ഇന്നത്തെ ലീലാവിലാസങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഡേ 1 അങ്ങനെ സക്സസ്ഫുള്ളി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് മാറി വേറൊരു വീട്ടിലെടുത്ത് ഡ്രസ്സ് ഇടും. ഐഷയെ ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഫുഡും കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം റൂമിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. ഒന്നില്ല, കാരണം ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട് കേസ്. അതങ്ങ് മുടിപ്പിക്കും. അതാണത്. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.